ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പറ്റിക്കുമ്പോഴല്ല, അത് ഈ ആദ്യത്തെ സമയത്ത് ഒരാളെ പറ്റിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും, അയ്യോ ഞാൻ അയാളെ പറ്റിച്ചല്ല എന്നൊക്കെ. പിന്നെ പറ്റിച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ രസമാവും. സങ്കീർത്തകൻ എന്ന് പറയുന്ന കാര്യം ഇതാണ്: ചൂഷണത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ വ്യർത്ഥമായി ആശ വെക്കരുത്, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. ചൂഷണത്തിൽ ആശ്രയിച്ച് പറ്റിച്ച് ജീവിക്കുന്നതിൽ സന്തോഷിച്ച് മുമ്പോട്ട് പോകുന്ന നമ്മളുടെ ഒരു സ്വഭാവത്തെ ഒന്ന് ആത്മശോധന ചെയ്യുക. പറ്റിച്ച് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ പറ്റിക്കലൊന്നുമല്ല, ചെറിയ ചെറിയ പറ്റിക്കലുകളൊക്കെ പറ്റിച്ച് ജീവിക്കുന്ന, സ്വന്തം ജീവിത പങ്കാളിയെ അങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നവരുണ്ടാവും. സ്വന്തം കൂടെ ജോലി ചെയ്യുന്നവരെ, മാതാപിതാക്കന്മാരെ. ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഈ പിള്ളേര് അപ്പൻ്റെ അടുത്തുനിന്ന് അമ്മയുടെ അടുത്തുനിന്ന് ആവശ്യമില്ലാത്ത ഒരു ഫീസിൻ്റെ പേരും പറഞ്ഞ് കാശ് മേടിച്ചു. അത് കിട്ടിക്കഴിയുമ്പം വീണ്ടും പല കള്ളത്തരങ്ങൾ പറഞ്ഞ് മേടിക്കുകയാണ്. ആദ്യം ഒരു ചെറിയ വിഷമമുണ്ട്, പിന്നെയും ഇതിങ്ങനെ ശീലമാക്കുകയാണ്. പറ്റിച്ച് ജീവിക്കുന്ന ആളായിട്ട് ഞാൻ മാറണമുണ്ടോ എന്നൊന്ന് ആത്മശോധന ചെയ്ത് നോക്കണം. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.